അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് യൂട്യൂബിലെ വീഡിയോസ് വെച്ച് തന്നെ നമുക്ക് വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതായത് കോപ്പി പേസ്റ്റ് മെത്തേഡ് വഴി നിങ്ങൾക്ക് സിമ്പിൾ യൂട്യൂബ് വീഡിയോസ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ്. ഞാൻ സ്റ്റെപ്പായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ റീ അപ്ലോഡാണ്. നേരത്തെ ആ ഒരു പ്രശ്നം കാരണം വീഡിയോ റിമൂവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചിട്ട് ഇപ്പോൾ ഒന്നിന്ന് റീപോസ്റ്റ് ചെയ്യുകയാണ്. ഓൾറെഡി കണ്ടവർ എന്താ സ്കിപ്പ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പം യൂട്യൂബ് ഫീൽഡിലോട്ട് എല്ലാവരും കുറേ പേര് വരണം ആഗ്രഹമുണ്ട്, എന്നാൽ അവർക്ക് കണ്ടൻറ് ഇല്ല. അതല്ലേ, ഇപ്പം നിങ്ങൾക്ക് കണ്ടൻറ് ഇല്ല, ചെയ്യാനുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് ഞാൻ തരുന്നുണ്ട്, എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്നും, അതായത് ഇപ്പോൾ എന്നെ പോലെ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യേണ്ട, സ്ക്രിപ്റ്റുകൾ കണ്ടുപിടിക്കേണ്ട, ഐഡിയാസ് ജനറേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി ഉള്ള കാര്യത്തെ നമ്മൾ ചെയ്ത് ഒന്ന് ചെറിയൊരു ജസ്റ്റ് ഒരു രീതിയിൽ ഒന്ന് പുതുതാക്കി എടുക്കുകയാണ് ആ ഉള്ള ഒരു എക്സിസ്റ്റിംഗ് വീഡിയോനെ. അതായത് യൂട്യൂബിൻ്റെ ക്രിയേറ്റീവ് കോമൺസ്, അതായത് ഫ്രീ ടു യൂസ് ലൈസൻസ് പ്രകാരം നമുക്ക് ഏത് വീഡിയോ, ഇപ്പോൾ സിനിമ ആയാലും ഞാൻ സിനിമയുടെ കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതായത് യൂട്യൂബിൽ എങ്ങനെ മൂവീസ് അപ്ലോഡ് ചെയ്തിട്ട് കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു മെത്തേഡ്. അതുപോലെ തന്നെയാണ് ഈ ഒരു മെത്തേഡ്, കോപ്പി പേസ്റ്റ് മെത്തേഡ് വഴിയിട്ട്. അപ്പം ഞാൻ ഇന്നത്തെ കാറ്റഗറിയിൽ എടുത്തിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. എൻ്റർടൈൻമെൻറ്റ് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, ഫണ്ണി ആയിട്ടുള്ള വീഡിയോസൊക്കെ. അപ്പം ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഒരു മലയാളത്തിലെ ചാനൽ കാണിച്ചു തരാം, ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ കാര്യം. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ, അതായത് 3.1, അതായത് 3.1 മില്യൺ വ്യൂസ് ഉണ്ട്. ഇത് മലയാളത്തിലുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾ ഓഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്. മനസ്സിലായില്ലേ? ഇത് ഒരാളെടുത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോനെ ഈ ഡബിങ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആൾ അങ്ങേരുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് അതിനെ ഒന്ന് ഫണ്ണിയാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ ചാനലിൽ കയറുകയാണ്. അവരുടെ ചാനലിൽ 144K സബ്സ്ക്രൈബർ ഉണ്ട്. വെറും 135 വീഡിയോസ് മാത്രമേ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. 135 വീഡിയോസിൽ 144K സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പം ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് എല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഇപ്പോൾ ഇട്ടിരിക്കുന്നതിനൊക്കെ വ്യൂസ് കുറവാണ്. അപ്പോൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഇടുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അതായത് ഇങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ പറയുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനലായാലും, അതായത് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ആനിമൽസിൻ്റെ ചാനലായാലും, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ണി ആയിട്ടുള്ള ആൾക്കാരുടെ ഫെയിൽ വീഡിയോസ് ഉണ്ട്, അതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വീഡിയോ ഇതിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുക, ഇതിൽ നിന്ന് തന്നെ ചെയ്യുക, ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യുക, കാശുണ്ടാക്കുക. ഓക്കെ, അതെങ്ങനെയാണ് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തതിന് ശേഷം സെർച്ചിൻ്റെ അവിടെ പോയതിന് ശേഷം ഫണ്ണി അനിമൽസ് വീഡിയോസ് എന്ന് അടിക്കാം. ഫണ്ണി അനിമൽസ് വീഡിയോസ് എന്ന് അടിക്കാം. ഓക്കെ, ജസ്റ്റ് അടിക്കുമ്പോൾ ഇഷ്ടം പോലെ വീഡിയോസ് വരും. അതായത് ഇപ്പോൾ ഈ ഒരു കുറേ ചാനലുണ്ടാവും, പെറ്റ് ഐലൻഡ്, ഇതുപോലെ ക്യൂട്ട് കിറ്റൻസ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നമ്മുടെ ഇപ്പോൾ പെറ്റ് ഐലൻഡിന് എടുത്തു കഴിഞ്ഞാൽ വാട്ടർ മാർക്ക് കാണാം. അവരുടെ ചാനലിൻ്റെ വാട്ടർ മാർക്ക് ഇവിടെ ഉണ്ടാവും, പെറ്റ് ഐലൻഡ് എന്നുണ്ടാവും. അതില്ലാത്ത ചാനലുകളിൽ നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ക്യൂട്ട് കിറ്റൻ ഇതിലില്ലെന്ന് തോന്നുന്നു, ജസ്റ്റ് ഞാൻ ഇതൊന്ന് എടുക്കുവാണ്. ഓക്കെ, ഇതിലില്ല. അപ്പോൾ അവർക്ക് 29 സബ്സ്ക്രൈബറും 5.3 മില്യൺ മന്തും ഉണ്ട്. പിന്നെ ഈ വോയിസ് ഓവർ ചെയ്യാതെ ഈ വീഡിയോസൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ മോണറ്റൈസേഷൻ കിട്ടില്ല, അതായത് കാശ് കിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു പാർട്ടിനെ മാത്രം, ഈ ഒരു പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്ത് ഷോർട്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ലോങ് ഫോം കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, അതായത് വലിയ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു മലയാളത്തിലെ ചാനലുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് മിസ്റ്ററി ഫാക്റ്റ് മലയാളം, മൃഗങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തമാശകൾ കണ്ട് ചിരിച്ചു ചത്തു. ഓക്കെ, ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. മൃഗങ്ങൾ കാണിച്ചു കൂട്ടിയ ഒരു കൂട്ടം വളരെ രസകരമായ സംഭവങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ചിരിച്ച് രസിക്കാനായിട്ട് ധാരാളം ദൃശ്യങ്ങൾ ഇതിലുണ്ട്.
അപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഡയറക്റ്റായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും. കാരണം വേറെ ഒരാൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ്. അപ്പം നമുക്ക് വോയിസ് ഓവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫണ്ണി വീഡിയോ വെച്ച് റിയാക്ട് ചെയ്യാം. അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് മുഖമൊന്നും കാണിക്കാൻ വയ്യ എന്നുള്ള ഒരു പേടിയുള്ളവർ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, ഈ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറേ യൂട്യൂബ് ഡൗൺലോഡേഴ്സ് ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷെയർ ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇപ്പം മൊബൈലിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ കോപ്പി എന്നവർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിളിലോട്ട് പോവുക, അത് കോമ്പിലേഷൻ എന്നോ അങ്ങനെ ഒരു അടിക്കുക. ഓക്കെ, ജസ്റ്റ് അടിക്കുക. അപ്പോൾ ഇതേപോലെ നമുക്കിപ്പോൾ ഇതേപോലെ വാട്ടർമാർക്ക് ഇല്ലാത്തത് നിങ്ങൾ കണ്ടുപിടിക്കുക. മാക്സിമം വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഫണ്ണി ഫെയിൽസ് ഇടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആക്സിഡൻറ്റുകൾ നമുക്കൊരു മിസ്റ്ററി ഫാക്റ്റ് പോലെ പറഞ്ഞങ്ങ് തുടങ്ങാം. അതായത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെസ്റ്റായിട്ടുള്ള ഓക്കെ, വളരെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആക്സിഡൻറ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ള ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളിപ്പോൾ അവിടെ നടക്കാൻ ഉള്ള കാര്യം ചിലപ്പോൾ ഓവർ സ്പീഡായിട്ടായിരിക്കും. നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫണ്ണി ഫെയിൽസ് ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതിനടുത്ത് ഞാൻ പ്ലേ ചെയ്യാണ്. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ ഡബ് ചെയ്യാം. മനസ്സിലായില്ലേ? ഡബ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കഴിവനുസരിച്ചാണ്. ഇപ്പോൾ വോയിസ് ഓവർ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൈൻ മാസ്റ്റർ ആയിരിക്കാം, ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം. അപ്പം ഇല്ലാത്തവർക്കുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ വരുന്നുണ്ട്. PC-യുടേതും മൊബൈലിൻ്റെതും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയത്. ഓക്കെ, ജസ്റ്റ് ഇതിൽ ഞാൻ ഇട്ടു. അപ്പോൾ വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ വോയിസ്. അതായത് ഇപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ടാണ് കാണുന്നത്. മനസ്സിലായില്ലേ? അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, വോയിസ് ഓവർ കൊടുക്കുകയാണ്. വോയിസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടമുള്ള വീഡിയോ ഇതിനെ ക്ലിപ്പ് ചെയ്യാണ്. എന്ത് ചെയ്യണം, എനിക്ക് ഇത് വേണ്ട, ഈ ഭാഗം വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ഷമിക്കുക, ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുക. അതായത് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്യാം. നമ്മളിപ്പോൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറൊക്കെ വലിച്ചു വാരിയിടുന്ന ഒരു ഡോഗിനെ മര്യാദ പഠിപ്പിക്കുന്ന ഒരു ചേച്ചിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ ഇതിങ്ങനെ കുരുത്തം കെട്ട ഡോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോവുക. ഓക്കെ, അത് ഇപ്പോൾ ഒരു വീഡിയോ ആയി. ഇനി നിങ്ങൾ ഈ ഭാഗത്തെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഫണ്ണിയാണ്, ഞാൻ ഈ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത വീഡിയോ നമ്മൾ കാണുന്നത് ഫണ്ണി, അതായത് കൊച്ചിനെ പോലെ കളിക്കുന്ന ഡോഗിനെയാണ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുക, ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളെ കർത്തവ്യം. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം ഒരു കാര്യം പറഞ്ഞുതരാം, കോപ്പിറൈറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ കാര്യം, ഫുൾ വീഡിയോ ഈ യൂട്യൂബിൻ്റെയൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് വീഡിയോ യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് 15 മിനിറ്റ് എടുക്കാതെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു 3 മിനിറ്റൊക്കെ ഉള്ള ക്ലിപ്പാക്കി വെക്കുക. ഇതിൻ്റെ അടുത്തൊരു വീഡിയോ എടുത്തതിന് ശേഷം ഇതൊക്കെ 51 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് നല്ല ഇഷ്ടപ്പെട്ട പാർട്ടുകൾ മാത്രം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്കപ്പം യൂട്യൂബിൻ്റെ എഡിറ്റിങ് ഇഷ്ടം പോലെ പേര് മലയാളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നോക്കി പഠിക്കുക. അതിനുശേഷം വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ. ആദ്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈക്കിൻ്റെ ക്വാളിറ്റിയോ വീഡിയോയുടെ ക്വാളിറ്റിയോ ഒന്നും നോക്കണ്ട, ജസ്റ്റ് നിങ്ങളൊരു കോൺഫിഡൻസ് വെച്ചിട്ട് നിങ്ങളങ്ങ് പറഞ്ഞു തുടങ്ങുക. അതായത് മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ ചാനലുകൾ അവരുടെ ഒരു എന്താ പറയുക ശൈലി എങ്ങനെയാണെന്ന് നോക്കുക. ഇപ്പോൾ മിസ്റ്ററി ഫാക്റ്റിൻ്റെ ആയാലും അവരുടെയൊക്കെ ഒരു ശൈലി എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവരൊക്കെ അത്രയ്ക്ക് കഴിവ്, അതായത് എന്ത് ചെയ്യുക, ഇവരൊക്കെ ചിലപ്പോൾ ആദ്യം തുടങ്ങിയ സമയത്ത് അങ്ങനെ ആവണമെന്നില്ല, അവരുടേതായിട്ടുള്ള കഷ്ടപ്പാട് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുക ഈ കാണുന്ന നിലയിലെത്തിയത്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ആദ്യം ഇടുമ്പോൾ ചിലപ്പോൾ 5000 വ്യൂസൊക്കെ ഉണ്ടാവും, 6000 വ്യൂസ് ഉണ്ടാവും, പിറ്റേ ദിവസം ഒരു വ്യൂസും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്തുമാത്രം ഈ പുള്ളി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് 124K ലൈക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? 124K ലൈക്ക് കിട്ടിയിട്ടുണ്ട്, 3.1 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റും. മനസ്സിലായില്ലേ? ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം
എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ ബാക്കിയുള്ളവരെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഇത് മിക്കവർക്കും അറിയണമെന്നില്ല. ചിലവരെന്ത് ചെയ്യും, ഇതേപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും, അപ്പോൾ അവർക്ക് വ്യൂസും സബ്സ്ക്രൈബറും കിട്ടും. മോണിറ്റൈസേഷന് കൊടുക്കുമ്പോൾ മോണിറ്റൈസേഷൻ അവരെന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. കാര്യം നമ്മുടേതായിട്ടുള്ള കഴിവ് അവിടെ ഇല്ല. അപ്പം നിങ്ങളിങ്ങനെ കോപ്പി പേസ്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ വോയിസ് ഓവറോ അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ റിയാക്റ്റ് ചെയ്യുന്ന രീതിയിലോ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒഴിവാവും, മോണിറ്റൈസേഷൻ ഇനേബിൾ ആവും, പിന്നെ നിങ്ങൾക്ക് വരുമാനവും കിട്ടും. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാറ്റഗറി ചെന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കോപ്പി പേസ്റ്റ് മെത്തേഡ്. അല്ലാതെ ജസ്റ്റ് അവിടെ ചെന്നിട്ട് കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി പേസ്റ്റ് മെത്തേഡ് അല്ലേ ബ്രോ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് പറയരുത്. മനസ്സിലായില്ലേ? അതായത് ഞാൻ വ്യക്തമായിട്ട് പറയണം, വോയിസ് ഓവർ കൊടുക്കുക. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ട്യൂട്ടോറിയലൊക്കെ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബിലുള്ള വീഡിയോസ് വെച്ചിട്ട് ഇതിന് കണ്ടൻറ്റിന് ക്ഷാമമൊന്നുമില്ല. മനസ്സിലായില്ലേ? അതായത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കണ്ടൻറ്റ് തന്നെ നമുക്ക് അനിമൽ ഫണ്ടപ്പ് പാർട്ട് 194 എന്ന് പറയും പോലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് എന്ത് ചെയ്യുക, നമുക്ക് മാക്സിമം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റ് ആലോചിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടൻറ്റ് ഇടും, എന്ത് കണ്ടൻറ്റ് ഇടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടേ ഒരു ദിവസത്തെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്ത് സക്സസ് ആവുക. അപ്പോൾ എന്തായാലും എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് കോപ്പി പേസ്റ്റ് മെത്തേഡ്. അല്ലാതെ ഡയറക്റ്റ് കോപ്പി ആയിട്ട് ഇപ്പോൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇത് മാറത്തില്ല. നിങ്ങളുടേതായിട്ടുള്ള കഴിവ് വേണമെന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ കഴിവുമായി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ യൂട്യൂബൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ പേര് എന്ത് കണ്ടൻറ്റ് ഇടുകടാ ഞാൻ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.